പുതുവർഷാശംസയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി പി.കെ. ശശി. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരുംകാലം നിങ്ങളുടേതല്ലെന്ന് ശശി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ താനിട്ടത് പാർട്ടിയെ വിമർശിച്ചുള്ള കുറിപ്പല്ലെന്നും പുതുവത്സരത്തിന് താൻ കൊടുത്ത ഒരു മെസ്സേജ് മാത്രമാണെന്നും പി.കെ. ശശി. പുതുവർഷത്തിൽ ആശംസ അറിയിച്ച് KTDC ചെയർമാനും മുൻ MLA-യുമായ പി.കെ. ശശിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണ് മുനവച്ച വാക്കുകളുള്ളത്. 2024 പലർക്കും സുന്ദരകാലമായിരുന്നു. എന്നാൽ അവരെയെല്ലാം കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കുമെന്നാണ് കുറിപ്പിന്റെ തുടക്കം. മദ്യവും കഞ്ചാവും അടിച്ച് ഘോരഘോരം അതിനെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു. ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ള പുതപ്പിച്ചെന്നും വിമർശനമുണ്ട്. അങ്ങനെ ഉന്മാദിച്ചവർക്ക് പുതുവർഷം ആഹ്ലാദത്തിന് വക നൽകില്ലെന്നും കുറിപ്പിൽ പറയുന്നു. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഘിയ്യാമെന്നാൾ വരെ സുഖിക്കാമെന്ന് കരുതേണ്ട, എല്ലാവർക്കും മോഹഭംഗത്തിൻ്റെ കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും പി.കെ. ശശി പറഞ്ഞു വയ്ക്കുന്നു. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരുംകാലം നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പിന്നാലെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കുകയും ചെയ്തിരുന്നു. നിലവിൽ വഹിക്കുന്ന KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിനു പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി പി.കെ. ശശി രംഗത്തെത്തിയത്. എന്നാൽ താനിട്ടത് പാർട്ടിയെ വിമർശിച്ചിട്ടുള്ള കുറിപ്പല്ലെന്ന് പി.കെ. ശശി വിശദീകരിച്ചിട്ടുണ്ട്. പുതുവത്സരത്തിന് താൻ കൊടുത്ത ഒരു മെസ്സേജ് മാത്രമാണത്. പാർട്ടി വിട്ടുപോയവർക്കും പാർട്ടിയെ ചതിച്ചവർക്കുമെതിരെയുള്ള പോസ്റ്റാണെന്നും പാർട്ടിക്കെതിരെ എന്നത് മാധ്യമ വ്യാഖ്യാനം മാത്രമാണെന്നും ശശി വ്യക്തമാക്കിയിട്ടുണ്ട്. Kavita Gold and Diamonds, the versatile jewelry.